നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. PSC ഇന്ന് നടത്തിയ ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് 2 പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷൻ ആണ്. ഒരുപാട് പേർക്ക് ഇന്ന് പരീക്ഷയുണ്ടായിരുന്നു. അപ്പോൾ പരീക്ഷ എഴുതിയവർ എങ്ങനെ ഉണ്ടായിരുന്നു, ചോദ്യങ്ങളുടെ നിലവാരം, നിങ്ങൾക്ക് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ നിന്ന് കമന്റ് ചെയ്യാം. എന്തായാലും ആൻസർ കീ ഒന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണങ്ങളിൽ പെടാത്തത് ഏതാണ്? പെടാത്തത് അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം, വേദാധികാര നിരൂപണം, അരുൾനൂൽ എന്നിവയാണ്. അപ്പോൾ പെടുന്നത് ആത്മാനുതാപം, ഇടയ നാടകങ്ങൾ, നളാഗമങ്ങൾ, ധ്യാന സല്ലാപങ്ങൾ എന്നിവയാണ്. ക്യാപ്റ്റൻ ഡിലനോയി ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇൻ മെമ്മോറിയം എന്ന പേരിൽ പ്രശസ്തമായ ചിത്രം വരച്ചത് ആരാണ്? ജോസഫ് നോയൽ പേറ്റൻ. ജോസഫ് നോയൽ പേറ്റൻ. താഴെ പറയുന്നവരിൽ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്? ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത് ആനി ബസന്റ്, എസ് സുബ്രഹ്മണ്യ അയ്യർ, ലോക്മാന്യ തിലക് എന്നിവയാണ്. ബി ആണ് ഉത്തരം. ഫ്രാൻസിലെ ജാക്കോബിയൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യയിലെ ഭരണാധികാരി ആരാണ്? ടിപ്പു സുൽത്താൻ. 2024 ഐക്യരാഷ്ട്രസഭ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വർഷാചരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? അന്താരാഷ്ട്ര ഒട്ടക വർഷം. അന്താരാഷ്ട്ര ഒട്ടക വർഷം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഭൂമി സൂര്യനോട് അടുത്തു വരുന്ന സൂര്യ സമീപന ദിനം അഥവാ പെരിഹീലിയൻ എന്നാണ്? ജനുവരി 3. നമ്മുടെ രാജ്യത്തിന്റെ ധരാതലീയ ഭൂപടങ്ങൾ ടോപ്പോഷീറ്റ് നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. സഹ്യാദ്രിയിലെ മഹാബലേശ്വറിനടുത്ത് നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാണ്? കൃഷ്ണയാണ്. കൃഷ്ണ. താഴെ പറയുന്നവയിൽ പാരമ്പര്യ ഊർജ സ്രോതസ് ഏത്? പാരമ്പര്യ ഊർജ സ്രോതസ് ഭൗമ താപോർജം. കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയുള്ള ഇന്ത്യയിലെ ദേശീയ ജലപാത NW3. വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്ലാറ്റ്ഫോം ഏതാണ്? അനുവാദിനി. അനുവാദിനി. അപ്പം നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് OA മുതലായ 10th പ്രിലിംസ് പരീക്ഷകൾക്ക് വേണ്ടി സെക്രട്ടേറിയറ്റ് OA പ്രിലിംസ് ആൻഡ് മെയിൻസ് എന്ന് പറഞ്ഞിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസംബർ 28-നാണ് പ്രിലിംസ് എക്സാം വരുന്നത്. 10th പ്രിലിംസിന്റെ ഏത് പരീക്ഷയായാലും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി. 10th പ്രിലിംസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 50 days ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡിസംബർ 28-നാണല്ലോ പരീക്ഷ. 50 days ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിന്റെ ക്ലാസ്സുകളെല്ലാം പ്രിലിംസ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്താണ് ഇട്ടേക്കുന്നത്. പിന്നെ മെയിൻസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സ്റ്റഡി പ്ലാൻ ഉണ്ട്, വീക്ക്ലി സ്റ്റഡി പ്ലാൻ. അതിൽ Day 1 Day 2 എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് സ്റ്റഡി പ്ലാനും വീക്ക്ലി എക്സാംസും ഉണ്ട്. അതുപോലെ ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, പിന്നെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്. ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ LDC കോട്ടയം, കോഴിക്കോട് ജില്ലകളിലെ വരെയുള്ള റിലേറ്റഡ് ഫാക്ട്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് ക്ലാസ്സുകൾ വരുന്നത്. ഇപ്പം നവരാത്രി പ്രമാണിച്ച് കോഴ്സുകൾക്കെല്ലാം അപ് ടു 500 rupees ഓഫ് ഉണ്ടായിരിക്കും. അതുപോലെ ഇപ്പോൾ നടന്നു വരുന്ന LDC, LGS മുതലായ പരീക്ഷകൾക്കും 10% ഓഫ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സുവർണ അവസരം, ഈ നല്ലൊരു വിജയദശമി ദിനത്തിൽ നല്ലൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് ആപ്പിലേക്ക് ജോയിൻ ചെയ്തോളാം. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് കിട്ടുന്നതായിരിക്കും. അടുത്ത വർഷം വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കോഴ്സിന് വേണ്ടിയിട്ട് ഇപ്പോഴേ നമ്മൾ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ വേണ്ടി നിൽക്കണ്ട, ഇപ്പോഴേ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡ് ആയിട്ട് VFA ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ മാസം നടക്കാനിരിക്കുന്ന കേരള ബാങ്ക് OA പരീക്ഷയ്ക്കും ബാച്ച് കോഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ബാച്ച് കോഴ്സുകൾ എല്ലാം ഡിസ്കൗണ്ടോടുകൂടി ആപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് കിട്ടുന്നതായിരിക്കും. താഴെ പറയുന്ന പ്രസ്താവനകളിൽ 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത്?
ബന്ധമില്ലാത്ത പ്രസ്താവന രണ്ടാമത്തെ പ്രസ്താവനയാണ്. മനുഷ്യ വിഭവശേഷി വികസനമായിരുന്നു ലക്ഷ്യം എന്നത് മെഹ്ലനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. വ്യവസായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്ക് നിർമ്മാണശാലകൾ സ്ഥാപിച്ചു. ശരി. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്? ഈ ചോദ്യം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എറണാകുളം വയനാട് LDCയുടെ ചോദ്യമാണ്. 2015 ജനുവരി 1 നിലവിൽ വന്ന സംവിധാനം ഭാരത സർക്കാരിന്റെ വിദഗ്ധ ഉപദേശ സമിതി. പ്രധാനമന്ത്രിയാണ് വൈസ് ചെയർമാൻ. അത് അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്നു. അതിൽ കൊടുത്ത അതേ സെന്റൻസ് തന്നെ എവിടെയും കൊടുത്തിരിക്കുന്നു. വൈസ് ചെയർമാൻ പ്രധാനമന്ത്രി ഇവിടെ ആക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ചെയർമാനാണ്. ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയ വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുകയാണ് ഇതിന്റെ ചുമതല. ഏതാണ് ആ സംവിധാനം? നീതി ആയോഗാണ്. ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്ത്? ഉദാരവൽക്കരണത്തിന് കാരണമായത് ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും. അതും സെയിം ചോദ്യം. താഴെ പറയുന്നവയിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏത്? വാണിജ്യ ബാങ്കുകളാണ്. താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടത് വക്താവ് MS സ്വാമിനാഥൻ. ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണിത്. മൂന്നും ശരിയാണ്. പാലിന്റെയും പയറുവർഗ്ഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? 1-ാം സ്ഥാനം. 16-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? അരവിന്ദ് പനഗരിയ. ഈ പേജ് അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ച രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രവിശ്യ നിയമ നിർമ്മാണ സഭകളിലെ അംഗങ്ങൾ പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. ജനസംഖ്യ ആനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും നാട്ടുരാജ്യത്തിനും സീറ്റുകൾ അനുവദിച്ചിരുന്നു. ഇത് മൂന്നുമാണ് ശരി. താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളെ ഭരണഘടനയിലെ 7-ാം പട്ടികയിലെ ലിസ്റ്റുകൾ, അവശിഷ്ട അധികാരങ്ങൾ എന്നിവയുമായി യോജിപ്പിച്ചതിൽ ശരിയായത് കണ്ടെത്തുക. ബി ആണ് ഉത്തരം. തുറമുഖങ്ങൾ കേന്ദ്ര ലിസ്റ്റാണ്, ഭൂമി സംസ്ഥാന ലിസ്റ്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ 73-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? തെറ്റായത് 3ഉം 4ഉമാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ ശരിയായിട്ടുള്ളവ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ചത് PK തുങ്കൻ കമ്മിറ്റിയാണ്. അനുച്ഛേദം 243A ഗ്രാമസഭയെ സംബന്ധിച്ച് പ്രസ്താവിക്കുന്നു. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതൊക്കെ? ശരിയല്ലാത്തത് 2ഉം 3ഉമാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് ഭരണഘടന പ്രകാരം രാജ്യസഭയുടെ അധ്യക്ഷനാണ് ഉപരാഷ്ട്രപതി. കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. 1ഉം 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 75 പ്രകാരം പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. അനുച്ഛേദം 75(3) പ്രകാരം മന്ത്രിസഭയ്ക്ക് പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്തമുണ്ട്. മന്ത്രിമാരുടെ ശമ്പളവും അലവൻസുകളും പാർലമെന്റ് കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന നിയമപ്രകാരമായിരിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതൊക്കെ? തെറ്റായിട്ടുള്ള പ്രസ്താവന 1ഉം 3ഉമാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാക്ഷ്യം എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചു. സ്വീപ് എന്നത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അവബോധവും തെരഞ്ഞെടുപ്പിലുള്ള പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിപാടിയാണ്. 106-ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമല്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ 2ഉം 3ഉമാണ്. ബാക്കി 2ഉം 106-ാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമാണ്. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നു. ഓരോ അതിർത്തി നിർണയത്തിനു ശേഷവും സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെട്ട സീറ്റുകൾ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമപ്രകാരം നിർണയിക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്.
താഴെ പറയുന്ന ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ് ഇത് സ്ഥാപിതമായത്? അനുച്ഛേദം 243 പ്രകാരം. കേരള സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഇന്ത്യൻ സിവിൽ സർവീസിന് സമാനമായി കേരളത്തിൽ രൂപപ്പെടുത്തിയ സർവീസാണിത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നിലവിൽ വന്നത് 2018 ജനുവരി 1 എല്ലാം ശരി. കേരളത്തിൽ നിന്നുള്ള റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തത് ഇവയൊന്നുമല്ല. ഇത് 3 ഉൾപ്പെട്ടിട്ടുണ്ട്: ശാസ്താംകോട്ട, വേമ്പനാട്, അഷ്ടമുടി. സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കുന്നതിനായി 1ാം EMS സർക്കാരിന്റെ കാലത്ത് ഒരു സമിതി രൂപീകരിക്കുകയുണ്ടായി. താഴെ പറയുന്നവരിൽ ആരായിരുന്നു സമിതിയുടെ അധ്യക്ഷൻ? സി അച്യുതമേനോനായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ മിഠായി പദ്ധതി താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി. ഏറെ പതിറ്റാണ്ടുകളായി പൊതുമണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന OR കേളു കേരള മന്ത്രിസഭയിൽ അംഗമായി ചുമതലയേറ്റു. താഴെ പറയുന്നവയിൽ ഏത് നിയോജക മണ്ഡലത്തെയാണ് ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത്? മാനന്തവാടി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രാജ്യമാണ് ടസാർ സിൽക്കിന്റെ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്? ഇന്ത്യ. കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി ഏത്? ദൃഷ്ടിപടലത്തിലാണ് പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്നത്. ജമുന പ്യാരി, സുർത്തി, മലബാറി എന്നിവ ഏത് വളർത്തുമൃഗത്തിന്റെ വിവിധ ഇനങ്ങളാണ്? ആടാണ്. ആട്. കുരങ്ങുപനി KFD എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏത്? വൈറസ് ആണ്. WWFന്റെ ആസ്ഥാനം എവിടെയാണ്? WWFന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡ്. എന്താണ് ശരണ്യ പദ്ധതി? ശരണ്യ എന്ന പദ്ധതി സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ്. വിറ്റാമിൻ B1ന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? ബെറിബെറിയാണ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം സൗദി അറേബ്യ. ഭൂമിയുടെ ആകർഷണ വലയം ഭേദിച്ച് പുറത്തു പോകുവാൻ ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പാലായന പ്രവേഗം. പാലായന പ്രവേഗത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒരു വസ്തുവിന്റെ പലായന പ്രവേഗം അതിന്റെ മാസിനെ ആശ്രയിക്കുന്നില്ല എന്നതാണ് ശരി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു ഉപകരണത്തിന്റെ പവർ 690 വാട്ട് ആണ്. അതിന് 230 വോൾട്ട് വോൾട്ടേജ് നൽകിയാൽ അതിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതി എത്രയായിരിക്കും? 3 ആംപിയർ. കാറ് കഴുകുന്ന സർവീസ് സ്റ്റേഷനുകളിൽ കാർ ഉയർത്താൻ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ജാക്ക് ഏത് നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്? ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് പ്രസ് ഇവയുടെയൊക്കെ പ്രവർത്തന തത്വം പാസ്കൽ നിയമം. ഏത് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത്? ഇലക്ട്രോൺ ഡൈനാമിക്സ് ആണ്. ഇലക്ട്രോൺ ഡൈനാമിക്സ്. വിക്രം S എന്ന റോക്കറ്റിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെ? 1, 2, 4 ശരിയായിട്ടുള്ളത്. സ്വകാര്യ മേഖലയിൽ വികസിപ്പിച്ച ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് എന്ന സ്റ്റാർട്ടപ്പ് ആണ് റോക്കറ്റ് വികസിപ്പിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചത്. ചേരുംപടി ചേർത്ത് എഴുതുക. നിയമങ്ങളും അവയുടെ ഇക്വേഷൻസും ആണ്. ഇപ്പോൾ ചേരുംപടി ചേർക്കുമ്പോൾ ബോയിൽ നിയമം P ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/V, Nഉം Tയും സ്ഥിരമായിരിക്കും. അടുത്തത് ഡാൾട്ടന്റെ നിയമം P ടോട്ടൽ ഈസ് ഈക്വൽ ടു P1 പ്ലസ് P2 പ്ലസ് P3 എക്സെട്ര പ്ലസ് Pn, Tയും Vയും സ്ഥിരമായിരിക്കും. അവോഗ്യാഡ്രോ നിയമം V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N, Tയും Pയും സ്ഥിരമായിരിക്കും. ചാൾസ് നിയമം V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T, Nഉം Pയും സ്ഥിരമായിരിക്കും. A ആണ് ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്ന സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ശരിയല്ലാത്തവ ഏത്? ശരിയല്ലാത്തത്
1ഉം 4ഉമാണ്. 1ഉം 4ഉം. ഇവിടെ 2p7 2p6 വരെയാണ്. അതായത് പിയുടേത് 6 ആണ് മാക്സിമം കപ്പാസിറ്റി. ഇവിടെ നാലാമത്തത് P6 ആകാതെ അടുത്ത 3s ഫില്ലായേക്കുന്നു. അപ്പൊ അത് രണ്ടും തെറ്റാണ്. സാന്ദ്രീകരിച്ച ലോഹ അയിരിനെ വായുവിന്റെ സുലഭമായ സാന്നിധ്യത്തിൽ അതിന്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് റോസ്റ്റിംഗ്. ഒഗാനേസൺ എന്നത് എന്താണ്? കൃത്രിമ മൂലകമാണ് ഒഗാനേസൺ എന്നത്. അടുത്ത ചോദ്യം നോക്കാം. 2023 നൊബേൽ രസതന്ത്ര നൊബേൽ സമ്മാനം നേടിയ കണ്ടുപിടുത്തം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിരവധി തവണ റിപ്പീറ്റ് ചെയ്തു. ക്വാണ്ടം ഡോട്ട്സ്. അപ്പൊ 2023 നൊബേൽ സമ്മാനം ഞാൻ ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ നിങ്ങൾ നോക്കിയിരിക്കാം. മലയാള സാഹിത്യത്തിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എഴുത്തുകാരെ ലഭിച്ച കാലക്രമം അനുസരിച്ച് ക്രമപ്പെടുത്തുക. ജി ശങ്കരക്കുറുപ്പ്, എസ് കെ പൊറ്റക്കാട്, തകഴി ശിവശങ്കരപിള്ള, MT വാസുദേവൻ നായർ. യൂറോപ്യൻ ഓപ്പറയോട് സാദൃശ്യമുള്ള കേരളീയ കലാരൂപം ഏത്? ചവിട്ട് നാടകമാണ്. ചവിട്ട് നാടകം. കഥകളിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒരു ദൃശ്യകലയാണ്. പച്ചകത്തി, കരിതാടി എന്നീ വേഷവിധാനങ്ങൾ ഉണ്ട് എന്നിവ. കേരളത്തിലെ ആദ്യത്തെ സർക്കസ് പരിശീലന കേന്ദ്രം എവിടെയാണ്? തലശ്ശേരി. താഴെ പറയുന്ന സാഹിത്യകാരന്മാരുടെ തൂലികാനാമങ്ങൾ ശരിയായത് തിരഞ്ഞെടുക്കുക. ആശാമേനോൻ കെ ശ്രീകുമാറിന്റെ തൂലികാനാമമാണ്. ഒളപ്പമണ്ണ, സുബ്രഹ്മണ്യൻ നമ്പൂതിരി. ഇത് രണ്ടുമാണ് ശരി. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാ? കോഴിക്കോട്. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ ഇഗ സ്വാടെക്. വെബ് പേജ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഭാഷയ്ക്ക് ഉദാഹരണം HTML ആണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അപ്പോൾ പ്രസ്താവനകൾ നോക്കിയിട്ട് യോജിച്ച ഓപ്ഷൻ എഴുതുക. ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ ഹബും സ്വിച്ചും ഉപയോഗിക്കുന്നു. ശരി. ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറിലേക്കും കൈമാറുന്നു. ശരി. ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരങ്ങൾ മാറേണ്ടത് അതിലേക്ക് മാത്രമേ സ്വിച്ച് നിർദ്ദേശം അയക്കുകയുള്ളൂ. എല്ലാം ശരിയാണ്. ചേരുംപടി ചേർക്കുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് ഉദാഹരണമാണ്. ബ്രൗസർ ഫയർഫോക്സ് ഒരു ബ്രൗസറാണ്. ഇൻപുട്ട് ഡിവൈസ് ജോയ്സ്റ്റിക് ഇൻപുട്ട് ഡിവൈസ് ആണ്. ഔട്ട്പുട്ട് ഡിവൈസ് പ്ലോട്ടർ. ഡി ആണ് ഉത്തരം. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിൽ എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ എം സേവനമാണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏത്? ഐരാവത്. 2000 വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? മുഖ്യമന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്, ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന സമിതിയുടെ ശുപാർശയിൽ സംസ്ഥാന ഗവർണറാണ്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം 2007 പ്രകാരം മുതിർന്ന പൗരൻ എന്നാൽ 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഏതൊരു വ്യക്തിയും ഇന്ത്യൻ പൗരനാണെങ്കിൽ. നിരവധി തവണ PSC ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ആർക്ക് പരാതിക്കാരൻ ആകാം? ഒരു ഉപഭോക്താവോ അല്ലെങ്കിൽ ഏതെങ്കിലും രജിസ്റ്റർ ചെയ്ത സന്നദ്ധ ഉപഭോക്തൃ അസോസിയേഷനോ കേന്ദ്ര ഗവൺമെന്റോ ഏതെങ്കിലും സംസ്ഥാന ഗവൺമെന്റോ. രണ്ടും ശരിയാണ്. അപ്പോൾ ഡി ആണ് ഉത്തരം. 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമപ്രകാരം കുട്ടി എന്ന പദം നിർവചിച്ചിരിക്കുന്നത്. കുട്ടി എന്നാൽ 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും കുട്ടിയാണ്. ആൺപെൺ വ്യത്യാസമില്ല. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരമുള്ള ഗാർഹിക പീഡനത്തിന്റെ നിർവചനത്തിൽ ഇവ ഉൾപ്പെടുന്നു. ശാരീരികമോ വാക്കാലുള്ളതോ ആയവ, സാമ്പത്തികമായവ. രണ്ടും ശരിയാണ്. ഡി ആണ് ഉത്തരം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് 10% സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി ഏതാ? 103-ാം ഭേദഗതി. ഏത് രാജ്യമാണ് അടുത്തിടെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിന്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഉത്തര കൊറിയയാണ്. ഉത്തര കൊറിയ. അടുത്ത മാത്സ് ആൻഡ് മെന്റലബിലിറ്റി. വിട്ടുപോയ സംഖ്യ ഏത്? 2928-126-217. അപ്പോൾ ആ ഡാഷിന്റെ അവിടെ എന്താ വരുന്നത്? 65. ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ കുറെ ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓഡ് 1 ഔട്ട് ഏത്? 3 and 1/4. തുടർച്ചയായ 2 ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 68 ആയാൽ
സംഖ്യകൾ ഏതൊക്കെ? 16ഉം 18ഉം. 24 പേരുള്ള ടീമിലെ ശരാശരി തൂക്കം 50 കിലോഗ്രാം ആണ്. 40 കിലോഗ്രാം തൂക്കമുള്ള ഒരംഗം പോയി പകരം മറ്റൊരാൾ വന്നപ്പോൾ ശരാശരി തൂക്കം 1/2 കിലോഗ്രാം കൂടി. പുതിയതായി വന്ന ആളുകളുടെ തൂക്കം എത്ര? 52 കിലോഗ്രാം. ഒരു ജോലി 6 ദിവസം കൊണ്ട് പി എന്നയാൾ ചെയ്തു തീർക്കുന്നു. അതേ ജോലി ക്യു എന്നയാൾ 18 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നുവെങ്കിൽ രണ്ടുപേരും ചേർന്ന് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും? 4.5. ഒരാൾ ഒരിടത്തേക്ക് സൈക്കിളിൽ പോവാനും തിരിച്ചു നടന്നു പോകാനും 10 മണിക്കൂർ എടുത്തു. 2 യാത്രയും സൈക്കിളിലായിരുന്നുവെങ്കിൽ 4 മണിക്കൂർ ലാഭിക്കാമായിരുന്നു. എങ്കിൽ 2 യാത്രയും നടന്നു പോകാൻ എത്ര സമയമാണ് എടുക്കുന്നത്? 14 മണിക്കൂർ. എത്ര കാലം കൊണ്ട് 2400 രൂപ 5% കൂട്ടുപലിശ നിരക്കിൽ 2646 രൂപയാകും? 2 വർഷമാണ്. അടുത്ത ചോദ്യം, റൂട്ട് ഓഫ് 30 and 2/5 പ്ലസ് 23 and 3/10 പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട് ഈക്വൽ ടു 2√2 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യ 10 and 3/10. 31% ഓഫ് 210 പ്ലസ് 49% ഓഫ് 320 മൈനസ് 41% ഓഫ് 120 ഈസ് ഈക്വൽ ടു 172.7. ഒരേ വലുപ്പമുള്ള 3 പാത്രങ്ങളിലായി പാലും വെള്ളവും ചേർന്ന മിശ്രിതം നിറയ്ക്കുന്നു. ഓരോന്നിലും പാലും വെള്ളവും തമ്മിലുള്ള റേഷ്യോ 3:2, 2:1, 7:3. ഇവ മൂന്നും ഒരു വലിയ പാത്രത്തിൽ ഒഴിച്ചാൽ ആ മിശ്രിതത്തിൽ പാലിന്റെയും വെള്ളത്തിന്റെയും റേഷ്യോ എന്തായിരിക്കും? 59:31. അടുത്ത ഇംഗ്ലീഷ് ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്? സ്യൂഡോണിം എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് എഴുതുന്നത്? ബി ആണ് ഉത്തരം. യൂസ് ആൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. യെസ്റ്റർഡേ ഐ ബോട്ട് ഡാഷ് യെല്ലോ ഷർട്ട്. യെല്ലോ, a yellow shirt. Find out one word for emergency procedure to revive someone to consciousness. Resuscitation. Complete the following sentence using a suitable preposition. The officer managed to remain calm dash the chaotic situation. ഉത്തരം വരുന്നത് despite. Report the following sentence. Selin said, I drink a cup of coffee every morning. ഇതിനെ ഒന്ന് റിപ്പോർട്ട് ചെയ്യണം. Selin said that she drinks a cup of coffee every morning. Identify the underlined words with correct parts of speech. We had an expensive and delicious dinner at Italian restaurant. അപ്പോൾ ഇറ്റാലിയൻ എന്നത് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. Choose the correct question tag. None of the family members have come to the party. Dash. ഉത്തരം have they. Complete the following sentence using a suitable phrasal verb meaning postpone. Postpone എന്ന മീനിങ് വരുന്ന ഫ്രേസൽ വെർബ് കൊണ്ട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ദ കമ്മിറ്റി വോട്ടഡ് ടു ഡാഷ് ദ പ്രപ്പോസൽ ഫോർ ഫർദർ കൺസിഡറേഷൻ. ഉത്തരം സ്റ്റാൻഡ് ഓവർ. ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ ഇഡിയം അണ്ടർലൈൻഡ്. ഷി റെഫ്യൂസ് ടു ബി ലെഡ് ബൈ ദ നോസ്. ടു ബി ലെഡ് ബൈ ദ നോസ് എന്നാൽ എന്താണ് മീനിങ്? ടു ബി സബ്മിസീവ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഇസ് ഓപ്പോസിറ്റ് ടു ദ വേർഡ് പെട്രിഫൈഡ്? പെട്രിഫൈഡിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ബ്രേവ് ആണ്. ബ്രേവ്. അടുത്ത മലയാളം ചോദ്യം, ശരിയായ പദം കണ്ടെത്തുക. അതിഥി, സി ആണ്. നീചം എന്ന പദത്തിന്റെ വിപരീതം കണ്ടെത്തുക. നീചം, ഉച്ചം. കാലത്തിന് യോജിച്ചത്, ഒറ്റപ്പദം ഏതാ? കാലോചിതം. രക്തം, പര്യായ പദം ഏതാണ്? രുധിരമാണ്. എള്ളുകീറുക, ശൈലിയുടെ അർത്ഥം എന്താണ്? എള്ളുകീറുക, കർശനമായി പെരുമാറുക. സിംഹി, പുല്ലിംഗ പദം. സിംഹി, സിംഹം. പ്രൊബേഷൻ, ശരിയായ മലയാള പരിഭാഷ? നിരീക്ഷണ ഘട്ടം. വരികെടോ, പിരിച്ചെഴുതിയാൽ വരിക അധികം എടോ. പൂജക ബഹുവചനം ഏത്? പൂജക ബഹുവചനം വൈദ്യർ. വിൺ അധികം തലം ചേർത്തെഴുതിയാൽ വിണ്ടലം, വിണ്ടലം. ഓക്കെ, ഇത്രയായിരുന്നു 100 ചോദ്യങ്ങൾ. അപ്പോൾ എഴുതിയവർക്ക് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുക. LDCയുടെ അതേ സിലബസിൽ തന്നെ നടന്ന പരീക്ഷയാണ്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന സ്റ്റേജിൽ LDC പരീക്ഷ എഴുതുന്ന ആൾക്കാർ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് പോവുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.